മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് 2026 പൊട്ടിക്ക് ഓക്കെ കഴിഞ്ഞിട്ട് വീഡിയോ തൻ്റെതായ ഒരു വഴി എനിക്ക് വേണ്ടി മാത്രമായി താൻ തന്നെ പണിപ്പെട്ടിട്ട് ഒരു വഴിയിലൂടെ സഞ്ചരിച്ച മലയാളത്തിൽ ഞാൻ അഴീക്കോട് മാഷും ഞാനുമായിരുന്നു സദസ്സിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പറഞ്ഞതിൻ്റെ പോലെ ഇന്നിപ്പോൾ കുറച്ചും കൂടെ പ്രായമായി, ഇതൊരു 10-20 കൊല്ലം മുമ്പ് അതിമനോഹരമായൊരു സാഹിത്യ പ്രസംഗമായിരുന്നു. ഇത് ടെന്നീസനും ഷെല്ലിയും പറഞ്ഞ വല്ല ഇംഗ്ലീഷ് കവികളെ പറ്റി ഉദ്ധരിച്ചിട്ട് ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല, ഒരു അതിമനോഹരമായ പ്രസംഗമായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ അഴീക്കോട് മാഷ് പറഞ്ഞു, രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞ ഒരു വലിയ സൗഭാഗ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു മുഖമായിരുന്നു. പിന്നെ വേറൊരു ചടങ്ങ് കൂടി, വേറൊരു കാര്യം കൂടി, SPCSൻ്റെയൊക്കെ ഞങ്ങളൊക്കെ ആദ്യകാലം അംഗങ്ങളാണ്. ആദ്യവും പൈസ കിട്ടാറില്ല, പിന്നീടും കിട്ടാറില്ല. അപ്പോൾ അദ്ദേഹം സഹകരണ മന്ത്രിയായപ്പോൾ ഒരു തീരുമാനം എടുത്തു, വലിയ വിപ്ലവകരമായ തീരുമാനമാണ്. പകുതി റോയൽറ്റി നിങ്ങൾ ഒഴിച്ച് കളഞ്ഞാൽ ബാക്കി പകുതി ഞാൻ തരാം. ഞങ്ങൾക്ക് ആ പകുതി മേടിച്ചു. അത് വലിയ കാര്യമാണ്. അന്ന് ആ പകുതി കിട്ടുന്നതിന് വലിയ കാര്യമാണ്. ബാക്കിയുള്ള പോട്ടെ, അതിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. പക്ഷേ അതൊക്കെ ചില നീക്കങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ തകഴിച്ചേട്ടൻ തന്നെ തുടങ്ങാം. അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 60കളിൽ ഞാൻ ഡൽഹിയിലായിരുന്ന കാലത്ത്, ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് കേരള ക്ലബ്ബിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്നത്തെ കാർട്ടൂണിസ്റ്റ് ശങ്കരപ്പിള്ള ആ ചടങ്ങ് തകഴിയുണ്ട്, ഹിന്ദിയിലെ വലിയ വലിയ എഴുത്തുകാരുണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ സാഹിത്യകാരനാണ്, തകഴിയാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഞാനൊക്കെ പയ്യാണ്, 25 വയസ്സുള്ളൂ. അപ്പോൾ അദ്ദേഹം കുറച്ചകലം കാത്തിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ 2 തലമുറകളുടെ എഴുത്ത് തമ്മിൽ വലിയ വിടവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവർക്ക് പുച്ഛമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തകഴിയും കേശവദേവും ഒക്കെ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞ് കൊല്ലത്തൊരു യോഗത്തിൽ വെച്ചിട്ട് കേശവദേവ് ഞങ്ങളൊക്കെ ശുദ്ധമായ ചീത്ത വിളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ് സ്കൂളിൽ. അപ്പോൾ ഞാൻ ചേട്ടാ എന്തായി പറയണത്, അതൊക്കെ ഒരു രസമല്ലേ മോനെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അനുഭവങ്ങളാണ്. കാരണം പിന്നീട് എത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ തകഴിച്ചേട്ടനൊരു വളരെ അടുത്തെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്. ഞാൻ SPTയുടെ റീജിയണൽ മാനേജറായിട്ട് ആലപ്പുഴ ജില്ല എൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ ഒരു ആഴ്ചയിൽ 2-3-4 ദിവസമെങ്കിലും ആലപ്പുഴയിലായിരിക്കും, പല ആ NTR ജില്ലയിൽ. അപ്പോൾ ശങ്കരമംഗലത്ത് പലവണക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം തകഴിച്ചേട്ടൻ ചോദിച്ചു, ചെയ്ത് ഊണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടന് ഊണൊക്കെ തരുമോ? അപ്പോൾ പറഞ്ഞു, അതായത് ഞാൻ അത്ര വലിയ പിശുക്കനൊന്നുമില്ല, ഒരു സാധാരണ കൃഷിക്കാരൻ്റെ പിശുക്കേ ഉള്ളൂ. അങ്ങനെ വലിയ തമാശയൊക്കെ പറയുന്ന വലിയ അടുപ്പമായിരുന്നു. പിന്നെ അപ്പം ഈ ലക്ഷദ്വീപിലെ സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ ക്ഷണിച്ചു വിശിഷ്ടാതിഥിയായിട്ട്. ഇപ്പോൾ 2 തലമുറയിലെ ആളുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരായിരുന്നു. അങ്ങനെ ഒരു 10-40 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോയ ഹെലികോപ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം പറയാം, ഇല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ വലിയ വലിയ വിമാനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ വെള്ളം കാണുന്ന വിമാനം ഇപ്പോൾ ആദ്യമായിട്ട് കാണും. ഹെലികോപ്റ്ററിൽ നമുക്ക് താഴെ വെള്ളം നന്നായിട്ട് കാണാം. ആദ്യമൊക്കെ എനിക്ക് പേടി തോന്നി. പക്ഷേ ലക്ഷദ്വീപിൽ ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒറ്റമുണ്ടെടുത്ത മനുഷ്യനെ, കുറിയ മനുഷ്യനെ എതിരേൽക്കാനായിട്ടുള്ള രാജകീയമായ എതിരേൽപ്പായിരുന്നു. അപ്പോൾ അവിടെ ബാൻഡ്, നാടൻകല, അതും ഇതൊക്കെ ആയിട്ട്, അപ്പോൾ അതിമനോഹരമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പറയാം, എൻ്റെ കയ്യിൽ ആ കൂടി ഇത്തിരി സാഹിത്യമുള്ളൂ, എന്താ കിട്ടുന്ന സ്വീകരണം. പിന്നെ ഞങ്ങൾ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തകഴി എന്ന് പറയുന്ന വലിയ മനുഷ്യനെ എനിക്ക് മനസ്സിലായത്. കാരണം
ഞങ്ങൾ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ 12 മണി വരെ സംസാരിച്ചിരിക്കും. അതിൻ്റെ ഇറയെ തരുന്ന നല്ല കാറ്റാണ്, കടൽ കാറ്റാണ്, മിനിക്കോയ് അല്ല കവറത്തി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാവി പരിപാടികളെ പറ്റി പറഞ്ഞത്. അപ്പോൾ 2 പരിപാടി അന്നേരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന് 1000-മാരുടെ വരവിനെ പറ്റിയിട്ട് വലിയ വർക്ക് ചെയ്യണം. അതിനുള്ള അപ്പോൾ ഒരു ഖനിയാണ് ആ വലിയ മനുഷ്യൻ്റെ ഉള്ളിൽ. കാരണം ഒരുപാട് മെറ്റീരിയലും മനസ്സിലുണ്ട്. പിന്നെയാണ് കയറേണ്ടത്, അത് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം കയറിനുള്ള പേരല്ല, കുട്ടനാട് ഞാൻ എഴുതും, അതെൻ്റെ ജീവിതമാണ്, എൻ്റെ മണ്ണാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കയറ് വന്നത്. അവിടെ വേറെ ഒരു തമാശ പറഞ്ഞു. ഷെമിയനൊക്കെ ഞാൻ എഴുതി കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെരയൊക്കെ നന്നായിട്ട് പണിതു, കുറച്ച് വയലൊക്കെ മേടിച്ചു. പക്ഷേ എൻ്റെ ക്ലാസ്സിക്ക് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോഴും ഷെമിയനേക്കാൾ എത്രയോ വലിയ വർക്കാണ് കയറ്. ലോക സാഹിത്യത്തിൽ തന്നെ വലിയൊരു എടുത്തു പറയുന്നൊരു വർക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ MT വാസുദേവൻ നായർ എന്നോട് പറഞ്ഞു, തകഴിയെ പറ്റിയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് ഒരു ലേഖനം എഴുതരുന്നു പറഞ്ഞു. അപ്പോൾ ഞാനത് എഴുതി കൊടുത്തു, തകഴി ഞങ്ങളുടെ കാരണവർ. അതിൻ്റെ അവസാനം ഞാൻ അവസാനിപ്പിച്ച് എങ്ങനെയാണ്, മലയാളം എന്നൊരു കൊച്ചു ഭാഷയുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ, അവിടെ സാഹിത്യമുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ചെറിയ വലിയ മനുഷ്യർ ഞങ്ങളുടെ കാരണവർ. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിനോട് പിന്നെ എത്രയോ ചടങ്ങ്, അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ആ രഥത്തിൽ കൊണ്ടുപോയപ്പോൾ അപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും അവിടെ ആദ്യമൊരു സ്മൃതി പ്രഭാഷണം നടത്തിയപ്പോഴും ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തകഴിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ സ്വന്തമായ ഒരാൾ, നമ്മുടെ ഒരു കാരണവർ എന്നുള്ള തരത്തിൽ. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ച പേര് പറഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അന്നേരം ഭയങ്കര സങ്കടമായിരുന്നു, കാരണം അത്ര അടുത്ത് ഞങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി കൊച്ചുമാൻ രാജ് നായർ, അദ്ദേഹം ഇവിടെയാണ്, ആസ്ട്രേലിയയിൽ ഡോക്ടറാണ്. രാജ് ഇപ്പോഴും നല്ല സുഹൃത്താണ്. പിന്നെ അതുപോലെ വേറൊന്നുകൂടി, ഇന്ന് യാദൃച്ഛികമായിട്ട് കാലത്തൊരു ഫോൺ വന്നു, ആലപ്പുഴയിൽ നിന്നാണ്, ഡോക്ടർ ചിത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കല്ലേലി രാഘവപിള്ള സാറിൻ്റെ മകളാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ ആലപ്പുഴയിൽ ഇപ്പോഴും വന്നു വേണ്ടിയപ്പോൾ അദ്ദേഹമായിട്ട് വലിയ അടുപ്പം, എനിക്ക് വലിയ സ്നേഹമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ചടങ്ങിൽ ഞാൻ മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ് അത് ഇത് 80-ാം വയസ്സാന്ന് വെച്ചാൽ അതൊന്നല്ല, പാട്ട് സപ്തതിയോ ഷഷ്ടിപൂർത്തി വല്ലതും ആയിരിക്കും. ഇപ്പോൾ 97 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എന്നെ കാണണം, ചെവി കേട്ടുകൂടാ, ഒന്നും അറിയില്ല, എൻ്റെ വീഡിയോയിൽ കാണണം. അത് എനിക്കൊരു മഹാസുഹൃത്തമായിട്ട് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ അത്രയും ആഗ്രഹത്തോടെ ഒരു മനുഷ്യൻ വിളിക്കുന്നു, 97 വയസ്സായ ആൾ. അപ്പോൾ ഇതൊക്കെ സാഹിത്യത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ സൗഭാഗ്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി പ്രൊഫസർ പറഞ്ഞ പാണ്ഡവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, അദ്ദേഹം നാട്ടുകാരനാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ നോവൽ വായിച്ചിട്ട് ഇത് എഴുതിയ ആളുടെ കൈമ ഒന്ന് പിടിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പാണ്ഡവത്തിനെ പറ്റി ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അനലൈസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രഞ്ചിലും ജർമ്മനിലും ടർക്കിഷിലും ഹിന്ദി ഇംഗ്ലീഷിൽ 12 ഭാഷയിൽ വന്നു ഈ പുസ്തകം. അപ്പം അത് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രൊഫസറാണ്. പാരീസിൽ നിന്ന് എന്നെ കാണാൻ ഇവിടെ വന്നു, കഴിഞ്ഞല്ലൂർ വന്ന് എൻ്റെ ഒപ്പം 1-2 മണിക്കൂർ ചിലവഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശരി നിങ്ങളൊരു നോവൽ എഴുതി, പക്ഷേ ഇത് ഫ്രഞ്ചിലേക്ക് വരേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. അതാണ് ഈ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. എത്ര എഴുത്തച്ഛൻ അവാർഡും പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരാൾ, വിദേശിയായ ഒരാൾ, ഫ്രഞ്ച് സാഹിത്യത്തിന് മുമ്പിൽ നമ്മൾ മലയാളം ഒരു ചെറിയ ഭാഷയാണ്. പക്ഷെ അങ്ങനെ ചില സൗഭാഗ്യങ്ങൾ ഇതൊരു നേട്ടാന്ന് ഞാൻ പറയില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ 84 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ എഴുത്തിൻ്റെ 60-ാമത്തെ വർഷമാണിത്. 67-ലാണ് ആദ്യമായിട്ട് എഴുതിയത്. പൊതുവേ ഒരു സമൃദ്ധി എന്നുള്ള വാക്കില്ലെങ്കിലും
പൊതുവെ തിരക്കില്ലാതെ പോയി എന്നുള്ളത്. എന്തായാലും തകഴിച്ചേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്, സുഹൃത്തമാണ്. നന്ദി, നമസ്കാരം.